ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും പുതിയൊരു മന്ത്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ ലഭിച്ചിരിക്കുകയാണ് എൻ ശംസുദ്ദീൻ അവർ. ഏറ്റവും പുതിയ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇതിനോടകം അദ്ദേഹം യോഗം വിളിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളുടെ വിതരണം ഈ മാസത്തിന് മുമ്പ് തന്നെ, സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കി അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് എന്തായാലും നിരവധി ആശ്വാസ വാർത്തകളും ഇനി അങ്ങോട്ടുള്ള നല്ല അപ്ഡേറ്റുകളും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിന്റെ സൂചനകൾ തരുന്ന ചില പ്രഖ്യാപനങ്ങൾ ഇതിനോടകം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുണ്ട് എന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസ്, 24 ന്യൂസ്, റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഈ പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ലോക നിലവാരത്തിൽ ഉയർത്തുന്നതിന് ഇവിടെ പാഠ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ AI ഉൾപ്പെടെയുള്ള ന്യൂജൻ ടെക്നിക്കുകൾക്ക് അല്ലെങ്കിൽ ടെക്നോളജിക്ക് കൂടുതൽ സാധ്യത കൊടുക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കാലത്തിനനുസരിച്ച് ഇവിടുത്തെ സിലബസ് അപ്ഡേറ്റ് ചെയ്യപ്പെടണമെന്ന്. കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം SLC സ്റ്റുഡൻസിന്റെ സിലബസ് ഭയങ്കരമായിട്ട് ഹൈ ആണ്. പുതിയ കരിക്കുലവും ഒക്കെ വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് 25% സിലബസ് അടുത്ത വർഷമെങ്കിലും കുറയ്ക്കുമെന്ന വിവാദ പ്രസ്താവനയൊക്കെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തവണത്തെ കുട്ടികൾക്ക് A+കളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു അന്തിമ തീരുമാനം അടുത്ത അക്കാദമിക് ഇയറിൽ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത് എന്ന് വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ, അതായത് ഒരു പോസിറ്റീവ് തീരുമാനം തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ തന്നെ പാഠപുസ്തകങ്ങളുടെ അച്ചടി വളരെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും നവീകരിക്കാനും ഇനി പുതിയ സ്കൂളുകൾ തുറക്കുമ്പോൾ ഓരോ സ്കൂളുകൾക്കും സ്കൂൾ പ്രവേശനോത്സവ നടപടികളോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാവിധ കഴിവുകൾ വികസിപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ അക്കാദമിക് കലണ്ടറിന് രൂപം നൽകാനും ഇതിനോടകം ശുപാർശകൾ നൽകിയിട്ടുണ്ട്. ഏതായാലും കാത്തിരിക്കാം, ഒരു പുത്തൻ ഉണർവ് വരട്ടെ. എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ വലിയ നിലവാരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷാ ടെൻഷനുകളും മറ്റ് പരീക്ഷണങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കട്ടെ. സോ കാത്തിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല മാറ്റം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മാറ്റം ഏതാണ് എന്ന് മറക്കണ്ട, കമന്റ് ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.